LED ബൾബിന്റെ പ്രൊഡക്ഷൻ ചെറിയ തോതിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ കംപ്ലൈന്റ് ആയിട്ടുള്ള ഇതൊക്കെ പുതിയ ബൾബുകളാണ്. അതായത് നമ്മൾ പുതിയ ബൾബുകൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിന്റെ ബാക്കി വർക്കുകൾ കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് പുതിയ ബൾബുകളായിട്ട് നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ പലതരത്തിലാണ് ബൾബുകൾ വരുന്നത്. നമുക്ക് ഡ്രൈവർ ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ബോർഡ് ആയിട്ട് വരുന്നതുണ്ട്. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ തന്നെ വളരെ കുറവ് റേറ്റിൽ നമുക്ക് ബൾബുകൾ നമുക്ക് അസംബിൾ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കത്താത്ത, അതായത് കംപ്ലൈന്റ് ആയിട്ടുള്ള ബൾബുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള LED ബോർഡാണോ ഡ്രൈവറാണോ എന്താണോ കംപ്ലൈന്റ് നമ്മളത് റീപ്ലേസ് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ബൾബുകൾ റിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കുള്ളൂ. അപ്പോൾ റിപ്പയർ ചെയ്യാൻ ഒരുപാട് ബൾബുകൾ ഉണ്ടെങ്കിൽ നമ്മളത് ഒന്നിച്ച് അയച്ചു കഴിഞ്ഞാൽ റെഡിയാക്കി തരും. അതുപോലെ തന്നെ വീടിനടുത്തുള്ളവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പൊ എന്റെ ലൊക്കാലിറ്റിയിലുള്ളവർ പരമാവധി ബൾബുകളൊക്കെ നിങ്ങൾ വീട്ടിൽ കളക്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ കംപ്ലൈന്റ് ബൾബുകൾ കളയാതെ വെച്ചിട്ട് ആ ബൾബുകൾ കൊണ്ടു തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ റേറ്റ് കുറച്ചിട്ട് നമുക്കിപ്പോൾ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവറിന്റെ എമൗണ്ട് മാത്രം നമുക്ക് അതിൽ നിന്ന് ഈടാക്കിയാൽ മതി. അതുപോലെ ഇത് കാണാം, ബൾബ് നമ്മൾ ടെസ്റ്റിങ്ങിന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ ബൾബുകൾ ഇതുപോലെ ചെക്ക് ഓക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് ക്ലോസ് ചെയ്തിട്ട് നമ്മളത് കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ. അപ്പൊ ഇതുപോലെ ഓരോ ബൾബുകളും ഓരോ ബൾബുകൾ ടെസ്റ്റിനുള്ളതാണ്. നമ്മൾ ഒരുപാട് സമയം ഇതുപോലെ ടെസ്റ്റ് ചെയ്യണം. ബൾബുകൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫ്ലിക്കറോ കംപ്ലൈന്റുകളോ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം നമ്മൾ ബൾബുകൾ ക്ലോസ് ചെയ്യുള്ളൂ. LED ബൾബുകൾ ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഇതിൽ താഴെ കൊടുക്കാം. ബൾബുകൾ ബൾക്കായിട്ട്, അതായത് ഇപ്പോൾ 10-30 എണ്ണൊക്കെ ഒന്നിച്ച് വേണമെന്നുണ്ടെങ്കിൽ എത്ര വാട്ട്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് 9 വാട്ട്സിൻ്റെയാണ്, 9 വാട്ട്സ് 12 വാട്ട്സ്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ലൈറ്റിംഗ് സ്ട്രിപ്പിൽ എന്താണ് വ്യത്യാസം വരും. ഇതിനകത്തുള്ള ബൾബിന്റെ എണ്ണം കൂടും, വലിപ്പം കൂടും. അതുപോലെ നമുക്ക് ഓൺ ബോർഡ് വരുന്നുണ്ട്. ഓൺ ബോർഡ് വരുമ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡ്രൈവ് ബോർഡ്, അതായത് ഇതുപോലെ ഡ്രൈവ് ഉള്ള ബോർഡ് ഉള്ളത് വരുമ്പോഴാണ് നമുക്കതിന് റേറ്റ് കുറച്ച് കൂടുന്നത്. ഇപ്പോൾ നമുക്കൊരു 50 രൂപ കൊടുക്കുന്ന ബൾബ് ഓൺ ബോർഡിൻ്റെ ആയിരിക്കുള്ളൂ. ഡ്രൈവ് ബോർഡ് വരുമ്പോൾ നമുക്കൊരു 60-70 ആ റേഞ്ചിന് മേലോട്ട് ബൾബ് റേറ്റ് വരും. ഏറ്റവും കുറവാണെങ്കിൽ നമുക്ക് ഒരു 35 രൂപയാണെങ്കിൽ നമുക്ക് ബൾബുകൾ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൾബ് റിപ്പയർ ചെയ്ത് 9 വാട്ട്സിൻ്റെ ഒരു ബൾബ് റിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 രൂപ ചിലവിൽ നമുക്ക് നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ബൾബ് റിപ്പയർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ അതുപോലെ റിപ്പയർ ചെയ്ത് കിട്ടണമെന്ന് ആവശ്യമുള്ളവർ ഒരു 2-3 ബൾബുകളൊക്കെ ആയിട്ട് നമുക്ക് അയച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഒന്നിച്ച് ഒരുപാട് ബൾബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ റിപ്പയർ ചെയ്യുള്ളൂ. നമുക്ക് 1-2 ബൾബുകളായിട്ട് റിപ്പയർ ചെയ്ത് കൊറിയർ ചെയ്യാൻ അയക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് ഇതുപോലെ റിപ്പയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ബൾബുകൾ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഇൻവെർട്ടർ ബൾബിൻ്റെ അസംബ്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിങ് കാര്യങ്ങളെല്ലാം റിപ്പയറിങ്ങും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക.